കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയ ഗൗതം കാണുന്നത് കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്ന ആര്യയെയാണ്. പെട്ടെന്ന് തന്നെ കാർ റോഡിൻ്റെ സൈഡാക്കി ഒതുക്കി. എന്നിട്ട് വേഗം തന്നെ ബാക്ക് ഡോർ തുറന്നു ആര്യയെ വിളിക്കാൻ തുടങ്ങി. നന്ദ, നന്ദ, കണ്ണ് തുറക്ക്. ആയാസപ്പെട്ട് കണ്ണു തുറന്ന ആര്യ കാണുന്നത് ടെൻഷനോടെ തന്നെ കുലുക്കി വിളിക്കുന്ന ഗൗതത്തെയാണ്. സാർ, ഞാൻ. പെട്ടെന്ന് തന്നെ ആര്യയ്ക്ക് കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു. നന്ദ, തനിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ആര്യ വേഗത്തിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഗൗതം ആര്യയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സീറ്റിൽ ചാരി ഇരുത്തിച്ചു. നന്ദ, ആർ യു ഓക്കെ നൗ? നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ക്ഷീണം പോലെ. കുറച്ച് കിടന്നാൽ മതി. ഓക്കെ, നമുക്ക് കോട്ടേജിലേക്ക് പോകാം. ഇട്ടിരുന്ന ഡ്രസ്സ് നനഞ്ഞത് കാരണം ആര്യയ്ക്ക് നന്നായി തണുക്കുന്നുണ്ടായിരുന്നു. കൈകൾ രണ്ടും കൂട്ടിത്തിരുമുന്നത് ഗൗതം മിററിലൂടെ കണ്ടു. കാർ സൈഡാക്കി നിർത്തി. എന്നിട്ട് ഗൗതം തൻ്റെ കോട്ട് ഊരി ആര്യയ്ക്ക് നൽകി. തണുക്കുന്നുണ്ടെങ്കിൽ ഇത് ഇട്ടോളൂ. ആര്യ വേഗം തന്നെ അത് വാങ്ങി ധരിച്ചു. പോകുന്ന വഴിയിൽ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ നിന്ന് തനിക്ക് വേണ്ട ഡ്രസ്സ് വാങ്ങാം. ശരി സാർ. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അവിടെ ഒരു ചെറിയ ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ കാറ് നിർത്തി. ഗൗതം ഇറങ്ങി. താൻ വരണ്ട, ഞാൻ വാങ്ങി വരാം. ആര്യ ഗൗതത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. സാർ എത്ര നന്നായിട്ടാണ് തന്നെ കെയർ ചെയ്യുന്നത്. ആര്യയ്ക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ്. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി. ആര്യനന്ദ, ഗൗതം വിളിച്ചു. പെട്ടെന്ന് തന്നെ ഗൗതം കാണാതെ ആര്യ കണ്ണുനീർ തുടച്ചു. ആ സാർ. ഇവിടെ ചുരിദാറോ അങ്ങനെയുള്ള ഒരു മോഡേൺ ഡ്രസ്സോ ഇല്ല. ധാവണി മാത്രമേ ഉള്ളൂ. ഉള്ളത് വാങ്ങി. എന്താ, തനിക്ക് കംഫർട്ടല്ലേ? എനിക്ക് ധാവണി മതി സാർ. തനിക്ക് വിശക്കുന്നില്ലേ? നമുക്ക് കോട്ടേജിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഭക്ഷണം കഴിക്കാം. എന്നാൽ ശരി, പോകാം. പോകാം സാർ. പെട്ടെന്ന് തന്നെ ഇരുവരും കോട്ടേജിലെത്തി. റിസപ്ഷനിൽ നിന്ന് കീയും വാങ്ങി ഗൗതത്തിൻ്റെ പിന്നാലെ ആര്യ പോകുമ്പോൾ അവിടുത്തെ മറ്റു കോട്ടേജിൽ ഉള്ളവർ ആര്യയുടെ നനഞ്ഞ ഡ്രസ്സിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ആര്യ വേഗം തന്നെ ഗൗതത്തിനൊപ്പം നടന്ന് റൂമിലേക്ക് കയറി. ആര്യനന്ദ, താൻ വേഗം തന്നെ ഡ്രസ്സ് മാറ്റിക്കോ. ഞാൻ പുറത്തുണ്ടാകും. 1-2 അർജൻറ്റ് കോൾസ് വരാനുണ്ട്. താൻ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞായിരുന്നോ? ഇല്ല സാർ, ഇപ്പോൾ തന്നെ വിളിച്ചു പറയാം. പെട്ടെന്നാണ് ഗൗതത്തിൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഓക്കെ, താൻ ഡോർ ലോക്ക് ചെയ്തോ. ഹലോ ഡാഡ്. കണ്ണാ, മീറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നു? അത് പിന്നെ ഡാഡ്, മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു. ആ മോനെ, ആഡ് ചെയ്യുന്ന സൈറ്റ് വിസിറ്റ് ചെയ്തായിരുന്നോ? അവിടെ പോയി ഡാഡ്. അമ്മ എവിടെ? ഇവിടെ ഉണ്ട്. മോൻ നാളെ എത്തില്ലേ? ഷുവർ. എന്നാ ശരി. ഓക്കെ ഡാഡ്. ആര്യ കവർ തുറന്നു ധാവണി എടുത്തു. പച്ചയും ചുമപ്പും കോമ്പിനേഷനിൽ ഉള്ള ഒരു ധാവണി സെറ്റായിരുന്നു. ആര്യയ്ക്ക് അത് വളരെയേറെ ഇഷ്ടപ്പെട്ടു. തനിക്ക് ഇത്രയും വലുതായതിനു ശേഷം ആദ്യമായാണ് ഇങ്ങനെയൊരു ഡ്രസ്സ് കിട്ടുന്നത്. ആ ഡ്രസ്സിനോട് വല്ലാത്തൊരിഷ്ടം തോന്നി. വേഗം തന്നെ നനഞ്ഞ ഡ്രസ്സ് മാറ്റി ധാവണി ധരിച്ചു. എന്നിട്ട് സ്നേഹതീരത്തേക്ക് ഫോൺ വിളിച്ചു. ഹലോ ചേച്ചി, ഞാൻ കല്ലുമോളാ. ചേച്ചി എന്താ ഇത്ര സമയമായിട്ടും വരാത്തേ? അത് മോളെ, ചേച്ചിക്ക് കുറച്ച് ജോലി കൂടി ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് ചേച്ചി ഇന്ന് വരില്ല. മോള് ഫോൺ മുത്തശ്ശിക്ക് കൊടുക്ക്. മുത്തശ്ശി, ദേ ആര്യ ചേച്ചി വിളിക്കുന്നു. ഹലോ, മോൾ എന്താ ഇന്ന് താമസിക്കുന്നത്? അത് മുത്തശ്ശി, ഇന്ന് മീറ്റിംഗ് നടന്നില്ല. നാളത്തേക്ക് മാറ്റിവെച്ചു. ഞാൻ നാളെ അത് കഴിഞ്ഞേ വരികയുള്ളൂ. ശരി മോളെ. പിന്നെ വേറെ ആരുണ്ട് കൂടെ? ഓഫീസിലുള്ള സുജിത ചേച്ചിയും സാറും ഉണ്ട് മുത്തശ്ശി. എന്നാലും മോള് സൂക്ഷിക്കണം കേട്ടോ. പരിചയമില്ലാത്ത സ്ഥലമാണ്. ശരി മുത്തശ്ശി, ഞാൻ വയ്ക്കുവാണേ. മുത്തശ്ശിയോട് കള്ളം പറഞ്ഞതിൽ ആര്യയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. അപ്പോഴേക്കും ഗൗതം വന്നു. ധാവണിയിൽ അവളെ കണ്ട ഗൗതം ഒരു നിമിഷം ആര്യയെ തന്നെ നോക്കി നിന്നു. തനിക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് കേട്ടോ. താങ്ക് യു സാർ. റൂം പോയി അവർക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിരുന്നു. താൻ വാ, നമുക്ക് കഴിക്കാം എന്നും പറഞ്ഞ് ഗൗതം കൈ കഴുകാൻ പോയി. ആ സമയം ആര്യ ഗൗതത്തിനുള്ള ഭക്ഷണം സെർവ് ചെയ്തു വെച്ചു. എന്താ, താൻ കഴിക്കുന്നില്ലേ? അത് പിന്നെ സാർ, ഞാൻ പിന്നെ സാർ കഴിച്ചിട്ട്. അത് വേണ്ട, താനിവിടെ ഇരിക്ക്, നമുക്ക് കഴിക്കാം.
ഗൗതം ആര്യയെ നിർബന്ധിച്ച് അവിടെ ഇരുത്തി. പെട്ടെന്ന് തന്നെ ഇരുവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു. ആര്യനന്ദ, താൻ വീട്ടിൽ വിളിച്ചായിരുന്നോ? വിളിച്ചു സാർ. രാത്രി ആയപ്പോഴേക്കും ആര്യയ്ക്ക് ഉള്ളിൽ വല്ലാത്തൊരു ഭയം വന്നു മൂടി. ഞാനും സാറും മാത്രം ഒരു മുറിയിൽ ഓർത്തിട്ട് ആര്യയ്ക്കാണെങ്കിൽ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. എങ്ങനെയെങ്കിലും പിറ്റേ ദിവസം ആയാൽ മതിയെന്ന ചിന്തയായിരുന്നു ആര്യയ്ക്ക്. ഗൗതമാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ലാപ്പിൽ എന്തോ വർക്ക് ചെയ്യുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഗൗതം നോക്കിയപ്പോൾ കാണുന്നത് നഖം കടിച്ചുകൊണ്ട് ടെൻഷനോടെ ഇരിക്കുന്ന ആര്യയെയാണ്. ആര്യനന്ദ, തനിക്ക് ഉറക്കം വരുന്നെങ്കിൽ കിടന്നോളൂ. എനിക്ക് ഉറക്കം വരുന്നില്ല സാർ. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി മതിയാക്കി ഗൗതം എഴുന്നേറ്റു. അപ്പോഴും ആര്യ അതേ ഇരിപ്പ് ഇരിക്കുകയായിരുന്നു. ആര്യനന്ദ, താൻ കിടക്കുന്നില്ലേ? ആ സാർ, ഞാൻ ഈ സോഫയിൽ കിടക്കാം എന്നും പറഞ്ഞ് ആര്യ സോഫയിൽ പോയി കിടന്നു. ഗൗതം ബെഡിൽ വന്ന് കിടന്നു. ആര്യയ്ക്ക് ടെൻഷൻ കാരണം ഉറക്കം വരുന്നില്ലായിരുന്നു. എന്നാലും കണ്ണുകൾ അടച്ചു കിടന്നു. ഇതേ സമയം ഗൗതവും ആര്യയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. താനും ഒരു പെൺകുട്ടിയും ഒരു മുറിയിൽ ഒരുമിച്ച്. എത്രയോ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. ആരോടും ഇതുവരെ ഒരു അടുപ്പവും തോന്നിയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇവളോട് അടുപ്പം തോന്നുന്നത്? ഏതോ മുൻജന്മ ബന്ധം പോലെ. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഗൗതം ഉറക്കത്തിലേക്ക് വീണു. വെളുപ്പാൻ കാലത്താണ് ആര്യ ഒന്ന് മയങ്ങിയത്. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഗൗതം ഉണർന്നു. നോക്കുമ്പോൾ സോഫയിൽ ചുരുണ്ടുകൂടി ഉറങ്ങുന്ന ആര്യയെയാണ്. കുറച്ചു മുടി മുഖത്തൂടെ വീണ് കിടപ്പുണ്ട്. എന്തൊരു ക്യൂട്ടാണ് കാണാൻ. കണ്ടാൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തോന്നുന്നു. ഗൗതത്തിന് ഏറെ വാത്സല്യം തോന്നി. പെട്ടെന്നാണ് ഗൗതം അത് ശ്രദ്ധിച്ചത്. ധാവണി വയറിൽ നിന്നും തെന്നി മാറി കിടക്കുന്നത്. അവളുടെ വെളുത്ത ആലില വയർ കണ്ടതോടുകൂടി ഗൗതം തൻ്റെ ഉമിനീർ വിഴുങ്ങി. ഛേ, താൻ എന്താണ് ഈ ചെയ്യുന്നത്? എന്നെ വിശ്വസിച്ചല്ലേ ഈ പെൺകുട്ടി ഇവിടെ കിടക്കുന്നത്. അപ്പോൾ താൻ എന്താണ് ഈ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിങ്ങനെ സഞ്ചരിക്കുന്നത്? അപ്പോഴേക്കും ആര്യ ഉണരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഗൗതം വേഗം തന്നെ നോട്ടം മാറ്റി വാഷ്റൂമിലേക്ക് പോയി. ആര്യ ഉണർന്നപ്പോഴേക്കും ഗൗതത്തിനെ അവിടെ എങ്ങും കണ്ടില്ലായിരുന്നു. സാർ ഇതെവിടെ പോയി? അപ്പോൾ വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. ഓ, സാർ വാഷ്റൂമിലാണ്. ആര്യ വേഗം തന്നെ എഴുന്നേറ്റ് മുടി വാരിക്കെട്ടി സ്ഥാനം മാറിക്കിടന്ന തൻ്റെ ധാവണിയൊക്കെ ശരിയാക്കി വെച്ചു. അപ്പോഴേക്കും ഗൗതം വാഷ്റൂമിൽ നിന്നും ഇറങ്ങി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. താൻ വേഗം റെഡിയാകുക. രാവിലെ തന്നെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ എല്ലാം കഴിഞ്ഞ് ഒരു 3 മണിയോടുകൂടി തിരിച്ചെങ്കിൽ മാത്രമേ രാത്രിയാകുമ്പോഴേക്കും അങ്ങെത്താൻ സാധിക്കുകയുള്ളൂ. ശരി സാർ, ഞാനിപ്പോൾ തന്നെ റെഡിയാകാം. ഉച്ചയോടുകൂടി മീറ്റിംഗ് കഴിഞ്ഞ് അവർ ഇരുവരും പുറപ്പെട്ടു.